സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇന്ന് ദൈവം ഇയ്യോബിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ എന്നോട് പറഞ്ഞു. ഇയ്യോബിന്റെ കഷ്ടതയെക്കുറിച്ച് എല്ലാവരും പറയും, എന്നാൽ ഇയ്യോബിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇയ്യോബ് പ്രാർത്ഥനാ മനുഷ്യൻ ആയിരുന്നു. അതികാലത്തു തന്നെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുമായിരുന്നു. അത്രയും പ്രാർത്ഥന അവൻ ചെയ്തിട്ടും കഷ്ടത അവൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി, ദുഃഖങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി, എത്രയോ വലിയ ശോധനകളിൽ കൂടി അവൻ കടന്നു പോകാനിടയായി. നമുക്കൊരു ചെറിയ ശോധന വന്നാൽ വലിയ ശോധനയായിട്ട് നാം കാണും. ചിലരുടെ ജീവിതത്തിൽ ചെറിയ കഷ്ടത വന്നാൽ മതി, ഇയ്യോബിനെ പോലെ ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയും. വളരെ സങ്കടത്തോടുകൂടി ഇയ്യോബിനെ പോലെയാണെന്ന്. ഇയ്യോബിന് വന്ന കഷ്ടതയുടെ ഒരല്പമെങ്കിലും നമുക്ക് വന്നിരുന്നുവെങ്കിൽ നമുക്കത് സഹിക്കുവാൻ കഴിയുകയില്ല. എന്താണ്? ഒറ്റ ദിവസം കൊണ്ട് മക്കളിൽ ഒരാളല്ല മരിച്ചു പോകാനിടയായത്, 10 പേരും മരിക്കുവാനിടയായി. ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭവനം നഷ്ടപ്പെടുവാനിടയായി. ഒരു ദിവസം കൊണ്ട് തന്നെ ആടുമാടുകൾ എല്ലാം നഷ്ടപ്പെടുവാനിടയായി. ഒരു ദിവസം കൊണ്ട് തന്നെ സകലതും നഷ്ടപ്പെട്ടു. നാം ആണെങ്കിൽ മരിച്ചു പോകുമായിരുന്നു കേട്ട്. എന്താണ്? നാം ആയിരുന്നെങ്കിൽ ദൈവത്തെ നാം ശപിക്കുവാൻ ഇടയായേനേയും. ഇനിയും ആരോഗ്യമുണ്ട്, ഭാര്യയുണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഇതാ ആരോഗ്യം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആശ്വാസം നൽകേണ്ടതായ ഭാര്യ പറഞ്ഞു, എന്തിനാണ് നിന്റെ ഭക്തി? നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിച്ചു കളയുക എന്ന് ഒരു വിഡ്ഢിയെപ്പോലെ സംസാരിക്കാനിടയായി. ഭർത്താവിൻ്റെ കഷ്ടതയെ കാണുവാൻ കഴിഞ്ഞില്ല, അത് കണ്ട് സഹിക്കുവാൻ കഴിഞ്ഞില്ല, താങ്ങുവാൻ കഴിഞ്ഞില്ല. നിന്റെ ഭക്തി കൊണ്ട് എന്താണ് കിട്ടിയത് നിനക്ക്? സാധാരണ സ്ത്രീകൾക്കാണ് ക്ഷമ കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ആ സ്ത്രീയുടെ കാര്യമോടെ നോക്കുകയാണെങ്കിൽ അവരുടെ മക്കളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നാം ഇയ്യോബിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്നാൽ ആ സ്ത്രീയും അതേ കഷ്ടതയിൽ കൂടെ പോകുന്നു. മക്കൾ നഷ്ടപ്പെടുകയാണെങ്കിൽ പിതാവിനേക്കാൾ കൂടുതൽ മാതാവിൻ്റെ ഹൃദയത്തിലായിരിക്കും വേദന ഉണ്ടായിരിക്കുന്നത്. അവർ നൊന്ത് പ്രസവിച്ചതാണല്ലോ, താൻ ഒരുപാട് കഷ്ടപ്പെട്ട് തൻ്റെ മക്കളെ വളർത്തിയതാണല്ലോ. മക്കളുടെ നഷ്ടം മാതാപിതാക്കൾക്ക് സഹിക്കുവാൻ കഴിയില്ല. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇയ്യോബ് ഒരു വാക്ക് കാരണം പോലും പാപം ചെയ്യുവാനിടയായില്ല. യഹോവ തന്നു, യഹോവ എടുത്തു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എനിക്ക് ഒരുപാട് അതിശയമായി തോന്നുന്നു. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര? ഇത്രയുമുണ്ടോ? ഇത്രയുമാണോ? എൻ്റെ അകൃത്യങ്ങൾ എത്രയുണ്ട്? എൻ്റെ പാപങ്ങൾ എത്രയുണ്ട്? എൻ്റെ പാപവും അതിക്രമവും എത്രയാണെന്ന് എന്നെ ഗ്രഹിപ്പിക്കണമേ. ഇയ്യോബ് ചെയ്തിട്ടുള്ള ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് കർത്താവേ എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവേ എനിക്ക് ആ കഷ്ടമുണ്ട്, ഈ രോഗമുണ്ട്, ഈ ബുദ്ധിമുട്ടുണ്ട്, ഈ ഞെരുക്കമുണ്ട് എന്നൊക്കെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവേ ഈ സ്ഥിതിയിൽ ഞാൻ ആയിരിക്കുവാനുള്ള കാരണം എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല എന്നാണല്ലോ പറയുന്നത്. എനിക്ക് മുട്ടുണ്ടാകുന്നതിൻ്റെ കാരണം എന്തായിരിക്കുന്നു? എനിക്ക് ഇല്ലായ്മ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? സൗഖ്യമാക്കുന്ന യഹോവ നീയാണെന്ന് നീ പറഞ്ഞല്ലോ. എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കാതെ ഇരിക്കുന്നത്? എനിക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് നീ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ എല്ലാം കാരണം അവൻ അവിശ്വസ്തൻ ആയതുകൊണ്ടല്ല. അവൻ അവിശ്വസ്തൻ അല്ല. നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ നന്മയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉള്ളതായ പാപം എന്താണ്? അകൃത്യം എന്താകുന്നു? ഒരു കുടത്തിൽ കുറേയേറെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടും അത് നിറയുന്നില്ല. അതിൻ്റെ കാരണം എന്താകുന്നു? നിങ്ങൾ പറയൂ. നോക്ക്, ഇപ്പോൾ തന്നെയാണല്ലോ വെള്ളം ഒഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം അവിടെ കൊണ്ടൊഴിക്കുന്നു. എന്നാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ അതും തീർന്നു പോകുന്നു. വീണ്ടും ഒരു കുടം വെള്ളം കൊണ്ടൊഴിച്ചു, അതും തീർന്നു പോകുന്നു. അങ്ങനെ നിങ്ങൾ അറിയാതെ തന്നെ 10-200 കുടം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അവസാനം നിങ്ങൾ കൊഴിഞ്ഞു പോവുകയല്ലാതെ അതിലൊന്നും തന്നെ കാണില്ല. എന്നാൽ നിങ്ങൾ മാറിയിരുന്നിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിക്കുന്നുണ്ടോ? ആരെങ്കിലും മന്ത്രപ്പണി ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആഭിചാരം ചെയ്തിരിക്കാം. ആ കുടമുണ്ടാക്കിയവൻ നല്ലതായിട്ട് ഉണ്ടാക്കി കാണില്ല എന്ന് നിങ്ങൾ അവരെയും ഇവരെയും കുറ്റം പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ എൻ്റെ കുടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കുടം നിങ്ങൾ ഉയർത്തി നോക്കാൻ ശ്രമിക്കുന്നോ? എന്താണ്?
ഒരു ചില്ലിൽ കൂടി കാണുന്നത് പോലെ കുറവുകൾ കാണുവാൻ കഴിയുന്നതാണ്. എന്താണ്? നാം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ദൈവത്തിന് ഇഷ്ടമുള്ളവരായി നാം ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നടക്കുന്നില്ല? എന്തുകൊണ്ട് അനാവശ്യമായ രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ദോഷമുണ്ടാകുന്നു? എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവിതത്തെ പ്രതികൂലമുണ്ടാകുന്നത് എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണോ? നിങ്ങളുടെ മോട്ടോർ ബൈക്ക് കേടായിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട്, എടി ഇതൊന്ന് നോക്കണം എന്തു പറ്റിയെന്ന് പറയുമോ? ഏത് മെക്കാനിക്കിൻ്റെ അടുക്കിലേക്ക് ചെല്ലും? ഏത് മെക്കാനിക്ക്? വാച്ച് മെക്കാനിക്കാണോ? വാച്ച് മെക്കാനിക്കിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എൻ്റെ ബൈക്ക് കേടായിപ്പോയി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതെല്ലാം അടിച്ചു നോക്കിയിട്ട് അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കും. അത്രേ ചെയ്യാൻ കഴിയൂ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാതിരിക്കുമ്പോൾ അതിന് കാരണം അടുത്തുള്ളവർ കണ്ണുവെച്ചതാണ്, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ മന്ത്രം ചെയ്തതാണ്, അല്ലെങ്കിൽ എല്ലാം നിങ്ങളെ കാരണമാണെന്ന് ഭാര്യയോടോ മക്കളോടോ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ ചെന്ന് മുഴങ്കാലിൽ വീണുകൊണ്ട് എൻ്റെ അകൃത്യങ്ങൾ എത്രയാകുന്നു, എൻ്റെ പാപങ്ങൾ എന്താണ്, എൻ്റെ ദോഷങ്ങൾ എന്താണ്, എൻ്റെ അതിക്രമങ്ങൾ എന്തൊക്കെയാണ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട്, നീ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല, നീ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ അതെന്നിൽ നിലനിൽക്കുന്നില്ല, എനിക്കത് കാണുവാൻ കഴിയുന്നില്ല. മീറ്റിംഗിൽ ഇന്ന സമയത്ത് അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു. എന്നാൽ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അതെല്ലാം മായമായി പോയി. വീണ്ടും വീട്ടിൽ ചെന്നിട്ട് പഴയ പോലെ വഴക്കും പ്രശ്നങ്ങളും തന്നെയാണ്. അതെന്താണ്? അനുഗ്രഹം കുറച്ച് സമയത്തേ കാണൂ. ആ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിറഞ്ഞു തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയ്യോ നല്ല സുഖമായിരിക്കും. എന്നാൽ കുറെ സമയം കഴിഞ്ഞിട്ട് സാധാരണ നിലയിലേക്ക് പോകുന്നു. കാരണം ഏതോ ഒരു പാപം, ഏതോ ഒരു അകൃത്യം ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നു. ഒരിക്കലും പാപവും അനുഗ്രഹവും ഒരുമിച്ച് നിൽക്കുകയില്ല. പാപം ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. പാപത്തോടുകൂടി അശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയില്ല. ഇയ്യോബ് എന്ന ഭക്തനെക്കുറിച്ച് ചിന്തിച്ചാൽ എപ്പോഴും അവൻ സ്വയം പരിശോധിക്കുമായിരുന്നു. തന്റെ വാക്കുകളെക്കുറിച്ച്, തന്റെ വാക്കുകളിൽ കൂടി ദൈവത്തിനെതിരെ എന്തെങ്കിലും പാപം ചെയ്തോ എന്ന് പരിശോധിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് 2 കൂട്ടുകാർ ഉണ്ടായിരുന്നു. ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് സങ്കടപ്പെടുത്തിപ്പോയി. അവരോട് തർക്കിക്കുവാൻ വേണ്ടി അവന് ഒരുപാട് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ സംസാരിച്ച സമയത്ത്, എന്നെക്കുറിച്ച് ഞാൻ കൂടുതലായി പറഞ്ഞ സമയത്ത്, ഞാൻ ദൈവത്തിന് എതിരായിട്ടെങ്ങാനും സംസാരിച്ചിട്ടുണ്ടാകുമോ? എന്താണ് ഈ കാലത്ത് ദൈവദാസന്മാരെ കുറിച്ച് നോക്കിയാൽ, ദൈവദാസന്മാരുടെ വിലയെക്കുറിച്ച് നോക്കിയാൽ ചില ആളുകൾക്ക് നന്നായി അറിയാം, എന്നാൽ ചില ആളുകൾക്കൊന്നും അറിയുകയില്ല. കാരണം അവരൊന്നും പറയുകയില്ല. ആ ദൈവദാസൻ അവരോട് വിളിച്ചു പറയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഞാനും പലപ്പോഴും പറയാറുണ്ട്, ഞാനും ഒരു ദൈവദാസനാണ്, ഞാനും കുറേ വർഷങ്ങളായിട്ട് ദൈവവേല ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് പറയും. ഞാൻ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ എൻ്റെ ദൈവസന്നിധിയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് എനിക്ക് തന്നെ സങ്കടം തോന്നും. ദൈവസന്നിധിയിൽ പൊങ്ങച്ചം പറയുകയാണെന്ന്. പിന്നെ ദൈവത്തിന് ഞാൻ വിട്ടുകൊടുക്കും. നിന്നെക്കുറിച്ച് പറയുന്ന സമയത്ത്, നിന്നെക്കുറിച്ച് കൂടുതൽ പറയുന്ന സമയത്ത് ദൈവത്തിന്റെ മഹത്വത്തിന് എന്തു പറ്റും? അത് കുറഞ്ഞു പോകും. ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നു. ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഫ്രണ്ട്സ് അല്ല, ദൈവമായിരുന്നു കൊടുത്തത്. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നീതിമാനായി നിൽക്കുവാനിടയായി. അതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിലെ ഭക്തി എന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ അല്ല. നിന്നെ നീ സന്തോഷിപ്പിക്കുവാനുള്ള ഭക്തി അല്ല ഇത്. നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയ കർത്താവിനെ സന്തോഷിപ്പിക്കണം. ഞാൻ പാപിയാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. ഞാൻ ദോഷി, അവൻ നിഷ്കളങ്കൻ. ഞാൻ കഴിവില്ലാത്തവൻ, അവൻ സകലതും ചെയ്യുവാൻ കഴിവുള്ളവൻ. ആ ഒരു ലെവൽ ഒരിക്കലും മറികടക്കരുത്. ഞാനെന്ന് വിചാരിക്കുമ്പോൾ അവനേക്കാൾ നീ വലിയവനാകുന്നോ, അവിടെ കഴിഞ്ഞു പോകും. നിനക്ക് വേണ്ടി കെണിയൊരുക്കിയിരിക്കുന്നതായ പിശാച് നിന്നെ വീഴ്ത്തും. അതുകൊണ്ടിവിടെ ഇയ്യോബ് പരിശോധിക്കുകയാണ്. എൻ്റെ അകൃത്യങ്ങൾ എത്ര, എൻ്റെ പാപം എത്ര, എന്താണ് എൻ്റെ അതിക്രമങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. നമുക്ക് അറിയില്ല. നിങ്ങൾ കുന്നിക്കുരു കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നല്ല ചുവന്ന നിറമായിരിക്കും. നല്ല നിറമുണ്ടെന്ന് പറഞ്ഞ് അത് അഹങ്കരിക്കാനിടയാകും. അതിൻ്റെ വിത്തിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അനേക പ്രാവശ്യം ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ദൈവവേലയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇതിൻ്റെ സീഡ്സ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ചെടി കണ്ടിട്ടുണ്ട്. അത് ചെടിയിൽ നിൽക്കുമ്പോൾ നല്ല ചുവന്ന നിറമായിരിക്കും. ഞാൻ ചുവന്നതാണെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ചാടുമ്പോൾ അത് താഴെ വീഴാനിടയാകും.
അപ്പോൾ അത് റിവേഴ്സായിട്ടായിരിക്കും വീഴുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കറുത്ത പാട് പോലെയുണ്ട്. ആ കാര്യം അതിനറിയില്ല. നാമും അങ്ങനെയാണ്. കർത്താവിൽ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ തെറ്റുകളും നമ്മുടെ പാപവും യേശുവിൻ്റെ രക്തത്താൽ മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടവരായിരിക്കുന്നു. അവനിൽ വിശ്വസിച്ച് നീതിമാന്മാരായി വിശുദ്ധരായി നാം ജീവിക്കുന്നു. എന്നാൽ നാം കർത്താവിനെ വിട്ടുപിരിഞ്ഞാൽ, കർത്താവിന് വിട്ടുമാറുകയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്ഥിതി നമുക്കറിയാൻ കഴിയും. നമ്മുടെ യഥാർത്ഥ സ്ഥിതി നമുക്കറിയില്ല. ഹൃദയം എല്ലാറ്റിനേക്കാളും ദോഷകരവും അകൃത്യവും നിറഞ്ഞതാകുന്നു. അത് കണ്ടുപിടിക്കുവാൻ കഴിയുന്നവൻ ആരാണ്? അടുത്തുള്ളവരുടെ ദോഷം നാം കണ്ടുപിടിക്കും. മറ്റുള്ളവരെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഒരു പുസ്തകം തന്നെ നാം എഴുതാനിടയാകും. നിങ്ങളുടെ അമ്മായിമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ എത്ര പേർ നന്നായിട്ട് പറയും നോക്കുക. എന്താണ്? നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം എപ്പോൾ വരും, എങ്ങനെയാണ്, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ സംസാരിക്കും, എല്ലാം തന്നെ വിശദമായി എഴുതുവാനിടയാകും. എന്താണ്? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അവരുടെ കാര്യങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി അറിയാമോ? അവർ പറഞ്ഞെങ്കിലേ അറിയാൻ കഴിയൂ. അവർ പറഞ്ഞെങ്കിലും നാം പറയും, നീ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയാണ്, നിനക്ക് എന്തറിയാം എന്നെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ നാം ന്യായീകരിക്കുവാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ അവസ്ഥ നമുക്കറിയണമെങ്കിൽ നാം മുഴങ്കാലിൽ ഇരിക്കണം. നിന്റെ മുഖപ്രകാശത്തിൽ എൻ്റെ രഹസ്യ പാപങ്ങൾ ആർക്കും അറിയാൻ കഴിയാത്തത്, നിനക്കു തന്നെ പലപ്പോഴും അറിയാൻ കഴിയാത്തത്, ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ കോടി സൂര്യൻ്റെ പ്രകാശമുള്ള അവൻ്റെ മുഖം നിന്റെ നേരെ തിരിക്കുന്ന സമയത്ത് ആ ചുങ്കക്കാരൻ ദൈവാലയത്തിലേക്ക് ചെന്നിട്ട് സ്വർഗത്തിലേക്ക് മുഖം പോലും ഉയർത്താതെ തന്നെത്താൻ നിലവിളിച്ച് മാറത്തടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? പാപിയായ എന്നോട് ആ മുഖകാന്തിയിൽ തന്നെ കാണുവാനിടയായി. അടുത്തിരിക്കുന്ന പരീക്ഷനെ അവൻ കണ്ടില്ല. അടുത്തിരുന്ന പരീക്ഷനെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിൽ അവൻ്റെ പ്രാർത്ഥന വേറെ രീതിയിലാകുമായിരുന്നു. അടുത്തിരുന്ന പരീക്ഷനെ നോക്കിക്കൊണ്ട്, എന്താണ് കർത്താവേ, അവൻ നല്ല തൂവള വസ്ത്രം ധരിച്ചിരിക്കുന്നു, 3 സ്വർണ്ണമാല ധരിച്ചിരിക്കുന്നു. 3 3 4 എന്താണ്? അവനിതാ നല്ല മോതിരം ധരിച്ചിരിക്കുന്നു, നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഏത് സോപ്പ് കൊണ്ടാണോ കുളിച്ചിരിക്കുന്നത്, അപ്പോൾ വന്നത് മുതൽ ഇപ്പോൾ വരെയും നല്ല സുഗന്ധമുണ്ടാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രമാത്രം ദാരിദ്ര്യമാണ്. 3 4 ദിവസമായിട്ടുണ്ട് എൻ്റെ വസ്ത്രം പോലും കഴുകിയിട്ട്. ഇതാ നല്ലൊരു വസ്ത്രം പോലും എനിക്കില്ല. എന്നെ ദരിദ്രനായി നീ ജീവിപ്പിച്ചു, അവനെ പരീക്ഷനായി ജീവിപ്പിച്ചു. ഇത് ന്യായമാണോ? ചില ആളുകൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നാണ് നാം വിചാരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എപ്പോഴും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ കുറ്റബോധത്താലായിരിക്കും കരയുന്നത്. എന്തെങ്കിലുമൊക്കെ ഓർത്തുകൊണ്ട് കരയുകയായിരിക്കും. എന്താണ്? നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ, അകൃത്യത്തെ കണ്ടുകൊണ്ടാണ് നീ കരയേണ്ടതല്ലാതെ ലോകത്തെ കണ്ടുകൊണ്ടല്ല നീ കരയേണ്ടത്. അവനപ്പോൾ അടുത്തിരുന്ന വ്യക്തിയെ നോക്കിയില്ല, ദൈവത്തെങ്കിലേക്ക് നോക്കുകയാണ്. ആ പ്രകാശത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല അവൻ തലകുനിക്കുവാനിടയായി. അപ്പോൾ ഇവിടെയാണ് ആ പ്രകാശം വീഴുന്നത്, അവൻ്റെ ഹൃദയത്തിലേക്കാകുന്നു. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, പാപിയായ എന്നോട് കരുണ തോന്നണമേ. വേദപുസ്തകം പറയുന്നു, അവൻ നീതിമാനായിട്ട് കടന്നു പോകുവാനിടയായി. മറ്റുള്ളവനേക്കാൾ ഇവൻ നീതിമാനായിട്ട് തീരുവാനിടയായി. പരീക്ഷനെ നോക്കിയാൽ അവൻ ദശാംശം കൊടുക്കുന്നു, കള്ളം പറയുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല. എന്നാൽ ആ പരീക്ഷനേക്കാൾ പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടിട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നാം പ്രാർത്ഥിക്കുന്ന എല്ലാ സമയത്തും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊള്ളുക. എന്താണ്? ദൈവമേ, എൻ്റെ പാപങ്ങൾ എത്രയാണ്, എൻ്റെ ദോഷങ്ങൾ എത്രയാണ്, എൻ്റെ അതിക്രമവും എൻ്റെ പാപവും എന്നെ അറിയിക്കണമേ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ആരോടെങ്കിലും ക്രൂരമായി സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ആരോടെങ്കിലും അസൂയ കാണിക്കുവാൻ ഇടയായിട്ടുണ്ടോ? എന്താണ് ഇവിടെ പാപങ്ങളും അകൃത്യങ്ങളും എന്നാണ് പറയുന്നത്. പാപങ്ങളും അകൃത്യങ്ങളും എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണോ? അകൃത്യങ്ങൾ എന്തൊക്കെയാണ്, പാപങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ പറഞ്ഞ് ഞാൻ അകൃത്യം മാത്രമേ ചെയ്യൂ, പാപം ചെയ്യുകയില്ല എന്ന്. എന്താണ്? പാപം എല്ലാവർക്കും കാണുവാൻ കഴിയും. മദ്യപാനിയാണെന്ന് വിചാരിക്കുക, ആ വിഷയം മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുകയില്ലേ? അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയാണെന്ന് വിചാരിക്കുക, അത് എല്ലാവർക്കും അറിയാമോ ഇല്ലയോ? അല്ലെങ്കിൽ മോഷണം ചെയ്തിട്ട് പിടിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുക, അവൻ മോഷ്ടാവാണെന്ന് എല്ലാവർക്കും അറിയാമോ ഇല്ലയോ? ഇവിടെ അകൃത്യം എന്ന് പറയുകയാണെങ്കിൽ മനസ്സിൽ ഉള്ളതായ പാപങ്ങൾ, ആർക്കും അറിയാത്തത്, ആർക്കും അറിയില്ല. ഒരു സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കുന്നവനെല്ലാം അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ സഹോദരനെ നോക്കി മൂഢ എന്ന് വിളിച്ചാൽ എന്താകുന്നു? അവൻ അഗ്നിനരകത്തിന് യോഗ്യനാണെന്നാണ് പറയുന്നത്.
എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നാം അകൃത്യം നിരൂപിക്കുന്നത്, ദൈവം അറിയാതെ പാപം ചെയ്യുന്നത്, എന്നാൽ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ചെറിയ മനസ്സാക്ഷി മറഞ്ഞിരിക്കുന്നതായ സകല പാപങ്ങളെയും നമുക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് വരിക, കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദുഃഖം എന്താണ്? നിങ്ങളുടെ സങ്കടം എന്താണ്? ആരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിങ്ങളെ ഉപദ്രവിച്ചാലും, നിങ്ങൾ എല്ലാവരാലും തള്ളപ്പെട്ട് തകർന്ന അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിലും, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് എല്ലാവരും പറഞ്ഞാലും, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം നൽകുമെന്ന് പറഞ്ഞതായ കർത്താവ്, നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയ കർത്താവാണ് നമ്മുടെ ദൈവം. അവനേറ്റ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ഉണ്ട്. എനിക്ക് അസാധ്യമായത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതായ കർത്താവ് നിന്റെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ മതിയായവനാണ്. നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ സങ്കടപ്പെടേണ്ട, വേദനപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. കർത്താവേ, നീ എന്നെ ഓർക്കണമേ, എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെയിരിക്കണമേ. നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. നിങ്ങളുടെ 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കർത്താവേ, നിന്റെ നാമത്തിൽ കടന്നു വന്ന നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന കർത്താവാണ് നീ. ഞങ്ങളുടെ ദോഷങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കണമേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ. ഞങ്ങളുടെ സ്ഥിതിയെ അറിഞ്ഞുകൊണ്ട് കർത്താവെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. കർത്താവെ, പിശാചിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് ഇരിക്കുകയാണ്. പലവിധമായ രോഗത്താൽ വലഞ്ഞുകൊണ്ട് ഭാരത്താൽ ആയിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആയിരിക്കുകയാണ്. നിന്നെ വിട്ടകന്നിട്ട് ഞങ്ങൾ എവിടേക്കോ ഓടിപ്പോയിട്ടും ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങളായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വരുന്നത്, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നത്. ആരൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ, നീ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പാപം കാരണം രോഗം വരുത്തിവെച്ച് സൗഖ്യമില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു എന്ന് പറഞ്ഞ വചനത്താൽ നീ സൗഖ്യം കൊടുക്കണമേ ദൈവമേ. നിന്നെ വിട്ട് ലോകത്തിലേക്ക് തിരിഞ്ഞുപോയ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയാണ്. നിന്റെ സന്നിധിയിൽ ക്ഷമയുണ്ട്. ഞങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ കഴിയുന്നവൻ നീയാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ നീയാണ്. ഞങ്ങളെ ചുമക്കുന്ന ദൈവം നീയാകുന്നു. ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അന്നു മുതൽ ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ നടത്തുന്ന ദൈവം നീയാണ്. നിന്നെ മറക്കാതിരിക്കുവാൻ സഹായിക്കണമേ. മനുഷ്യനിൽ ആശ്രയിച്ച് തളർന്നു പോകാതെ നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ